ചലച്ചിത്ര പ്രേമികൾക്കായി സംസ്ഥാന സർക്കാരിന് കീഴിൽ സാംസ്കാരിക വകുപ്പ് പുതിയ OTT പ്ലാറ്റ്ഫോം തുടങ്ങുന്നു. സി സ്പേസ് എന്ന പേരിൽ നവംബർ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഇതോടെ സർക്കാരിന് കീഴിൽ ആദ്യമായി ഇത്തരത്തിലൊരു സംവിധാനമൊരുക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. സാംസ്കാരിക വകുപ്പിന് വേണ്ടി KSFDC-യാണ് സംരംഭം ഒരുക്കുന്നത്. തിയേറ്റർ റിലീസിനു ശേഷമാണ് സിനിമകൾ OTT-യിൽ എത്തുക. ഹ്രസ്വചിത്രങ്ങൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവയും കാണാൻ സംവിധാനമൊരുക്കും. കലാമൂല്യങ്ങളുള്ളതും സംസ്ഥാന, ദേശീയ, അന്തർദേശീയ പുരസ്കാരം നേടിയതുമായ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ മുൻഗണന നൽകും. സിനിമകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ജൂൺ 1 മുതൽ KSFDC ഹെഡ് ഓഫീസിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലും ഉണ്ടായിരിക്കും. OTT പ്ലാറ്റ്ഫോമിന്റെ പേര് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N. കരുൺ, മാനേജിംഗ് ഡയറക്ടർ N. മായ, ബോർഡ് അംഗം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവരും പങ്കെടുത്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തിയേറ്റർ റിലീസിന് ശേഷമാണ് സിനിമകൾ OTT-യിലേക്ക് എത്തുക. അതിനാൽ തന്നെ ഈ സംവിധാനം കാരണം സംസ്ഥാനത്തെ തിയേറ്റർ വ്യവസായത്തിന് വരുമാനം നഷ്ടം സംഭവിക്കുകയില്ല എന്നു മാത്രമല്ല, ഓരോ നിർമ്മാതാവിനും എക്കാലവും ഇതിന്മേലുള്ള വരുമാനത്തിന്റെ ഒരു ഭാഗം ലഭിക്കുന്നതായിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോമായ സി സ്പേസിൽ തുകയും കുറച്ചിട്ടുണ്ട്. ഒരു സിനിമക്ക് 100 രൂപ എന്നത് 75 രൂപയാക്കി. 75 രൂപക്ക് 4 പേർക്ക് സിനിമ കാണാം. 4 യൂസർ ഐഡികളും അനുവദിക്കും. മൊബൈൽ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് എന്നിവ തിരഞ്ഞെടുക്കാം. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് സി സ്പേസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. രാജ്യത്തെ ആദ്യ സർക്കാർ OTT-യാണിത്. ആദ്യഘട്ടത്തിൽ 100 മണിക്കൂർ കണ്ടന്റ് തയ്യാറാക്കിയതായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD KV അബ്ദുൽ മാലിക് പറഞ്ഞു. ഉടൻ പ്രവർത്തനവും ആരംഭിക്കും. OTT-യുടെ പ്രിവ്യൂ ബുധനാഴ്ച നിള തിയേറ്ററിൽ നടന്നു. മന്ത്രി സജി ചെറിയാൻ അവലോകനം ചെയ്തു. തിയേറ്റർ റിലീസിംഗിനു ശേഷമായിരിക്കും ഈ സിനിമകൾ OTT-യിലേക്ക് എത്തുക. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.